അതിരിക്കട്ടെ, ഒരു മിനിറ്റ്. എന്തായിരുന്നു തുടക്കം തന്നെ ആ ഷോ? എന്തായിരുന്നു ഷോ? ജഡ്ജസ് നിങ്ങൾ ഇത് കേൾക്കണം, കണ്ടസ്റ്റന്റ്സ് നിങ്ങൾ ഇത് കേൾക്കണം. വേണമെന്നില്ല. ഇല്ല, എന്നോട് ഇവൻ ബാക്കിൽ വെച്ച് പ്ലാൻ ചെയ്തു ഇവന്റെ കാര്യം. വന്ന ഉടനെ ഹൈഫൈ തന്നിട്ട് കേറാന്ന്. അപ്പം ഇത് പെട്ടെന്ന് കണ്ടന്റ് പ്ലാൻ ചെയ്താണ്. ഹൈഫൈ തന്നിട്ട് കേറാന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത്. അപ്പൊ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കേറി വന്ന് കൈ കൊടുക്കാൻ വന്നപ്പോഴത്തേക്കൊണ്ടവൻ ഇങ്ങനെ. ഇവനുമായിട്ട് ഞാൻ എങ്ങനെ പരിപാടി വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ അടുത്ത് ആര് പറഞ്ഞു അവന്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ? സത്യം ചെയ്യാനോ? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? പ്രോഗ്രാം ചെയ്യണത് പോട്ടെ, അത് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമാണ്. ചേച്ചി ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്ത് കാണിക്കുന്ന ഈ ഞാനുള്ള കാര്യം കുടിച്ച വെള്ളത്തിൽ എന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നിന്ന നിപ്പിൽ കാല് മാറും. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ണാടി ഇല്ലാത്തോണ്ട് എന്തൊരു സുഖമില്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ലേ ഉത്തരം പറയാൻ വന്നേ. ഇതെന്താണത്? ഐസ്ക്രീം പാർലറിന്ന് ഇറങ്ങി വന്നത് എന്തോന്ന്? ഇതൊക്കെ ഒരു ക്യൂട്ട് ഇതെന്തത്? എന്റെ പൊന്ന് ഡേനെ, എന്താ കണ്ണാടി വെച്ചാ പോലും എനിക്കിത് കാണൂല. ഞാൻ അടുത്ത് വരുമ്പോ കാണിച്ചുതരാം. അത് ഭയങ്കര ക്യൂട്ടാന്നേ, എന്റെ മനസ്സ് പോലെ തന്നെയാണ്. അപ്പൊ എന്തായാലും അതൊക്കെ പോട്ടെ. അപ്പൊ നമ്മള് പ്രേക്ഷകരെ സ്വാഗതം ചെയ്ത് അതല്ല നിന്റെ പ്രശ്നം എന്താ? പ്രശ്നം പരിഹരിച്ചോ? എനിക്ക് പ്രശ്നമൊന്നും ഇല്ല. ഞാൻ ബാക്കിൽ നിന്ന് പറഞ്ഞു വാ ഐഫൈ തന്നിട്ട് പോവാന്ന് പറഞ്ഞു. എനിക്ക് എടുത്തെത്തിയപ്പോ കൊടുക്കണ്ടെന്ന് തോന്നി. ഞാൻ നേരെ കയറി പോന്നു. എന്നാ ഓക്കെ ശരി, കൊടുക്ക. അവൾക്കൊരു ഹൈഫൈ കൊടുക്ക്. എനിക്ക് വയ്യ, ഇതിന് ഞാൻ വരേണ്ടി വന്നു. ആ വേഗം കാര്യത്തിലേക്ക് കിടക്കാം. നിന്റെ ഡ്രസ് എന്ന സൂപ്പർ. പേരാണ് പൗഡർ ബ്ലൂ. പൗഡർ ബ്ലൂ. അതെ, പൗഡർ ബ്ലൂ. പൗഡർ ബ്ലൂ ഇട്ടാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ യു ഫീൽ, അതായത് യു ലുക്ക് വെരി യങ്. ചേച്ചി, വാട്ട് ഈസ് ദ കളർ ഓഫ് യുവർ ഡ്രസ്? This is a light lavender. അപ്പൊ ഞാനാ അത് അല്ല, മൈൻസ് വൈൻ റെഡ്. നമ്മളെ ഏകദേശം ഒരേ പോലത്തെ ഷെയ്ഡാണ് സാർ. എനിക്കിപ്പത് വരുന്നു. നിങ്ങൾക്ക് ഈ പാട്ട് കേൾക്കണം, അങ്ങനൊന്നില്ലേ? നമുക്കത് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യണം, നമ്മുടെ മ്യൂസിക് വോയിസിനെ സ്വാഗതം ചെയ്യണം, നമ്മുടെ മ്യൂസീഷ്യൻസിനെ സ്വാഗതം ചെയ്യണം. അപ്പൊ എല്ലാവരും സ്വാഗതം ചെയ്തതായിട്ട് വിശ്വസിക്കുക. സ്വാഗതം സ്വാഗതം. അപ്പൊ പ്രേക്ഷകരെ, നമ്മൾ എന്നത്തെയും പോലെ ഒരു അടിപൊളി എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്ത് കൊടുത്ത പാട്ടിന്റെ റൗണ്ട്. ഏതാണ് റൗണ്ട്? ഹസ്ബൻഡ്സ് ചോയ്സ് റൗണ്ട്. പെർഫോം ചെയ്യാനായി എത്തുന്നു ശിവാനി. ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ, എന്നുള്ള തുടിച്ചതും ഇവനെ കാണാനല്ലോ. ഒരു മഞ്ഞില പോലിവനകലും മോഹം, മൃദുമൗനം പോലും സംഗീതം. പേരെന്താണെന്നറിവില്ല, ഊരേതാണെന്നറിവില്ല, ഇവനെന്റേതാണെന്നുള്ള പാടുന്നു.
ഇവനാണല്ലോ എന്നുള്ള തുടിച്ചതും ഇവനെ കാണാനല്ലോ ശിവാനി നന്നായി പാടാൻ പറ്റിയോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? എന്ത് ടെൻഷൻ? ടെൻഷനൊന്നുമില്ല. ജഡ്ജസിന് ടെൻഷൻ ആയോ? അവിടെ ഏതൊരു ടീച്ചർ? അതെ, അതാരത്? ടീച്ചർ ഫുൾ ടെൻഷനിലായിരുന്നു. ടെൻഷനൊന്നും ആയിരുന്നില്ല. എന്ത് തോന്നി രഞ്ജിനി ചേച്ചി? അല്ല അതാണ് ജോണർ. അതെ, എന്നോട് ശ്വേതമോഹൻ പാടിയിരിക്കുന്ന പാട്ടാണ്, സാറിന്റെ പാട്ടാണ്. ഞാൻ പറയാവോ സാർ? കുഴപ്പമുണ്ടോ? ധൈര്യമായിട്ട് പറഞ്ഞു. എന്തും പറയാം. തല്ലൂല എന്നുള്ള ഒരു ഒറ്റ ഇതില് സാറിന്റെ പെർമിഷൻ എടുത്തിട്ട്. കോമ്പറ്റീഷന് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ റിയലി ഹൈലി ഡൗട്ട്. ബിക്കോസ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂവാൻസസ് അത് ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടായിരിക്കും സാർ ഉണ്ടാക്കിയത്. അപ്പൊ ആ സിറ്റുവേഷണൽ സോങ് എടുത്തിട്ട് നമ്മളൊരു ഇതുപോലൊരു ആക്ച്വലി ഇത് നമുക്കൊരു ടാഷ് പോസ്റ്റ് സ്റ്റൈൽ ഒരു എൻജോയ്മെന്റ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു എൻജോയ്മെന്റിന് വേണ്ടി പാടി തകർക്കാന്നുണ്ട്. സ്റ്റേജിൽ പാടാം. ഇപ്പൊ രഞ്ജിനിയൊക്കെ പാടിയിട്ടുണ്ടാവണം എന്ന് വിചാരിക്കുന്നു. പാടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയൂടാ. പക്ഷെ അല്ലേ, ഈ പാട്ടിലൊരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് രഞ്ജിത്തിന്റെ റേഞ്ച് ഈസ് ബേസിക്കലി ദ മാൻ ഹു സാങ് ദിസ്. മെയിൽ വോയിസ് ഫുൾ ആയിട്ടുണ്ട്, ഫീമെയിലും ഫുൾ ആയിട്ട് എടുത്തു. പക്ഷെ പടത്തിൽ ഡിവറ്റ് ആയിട്ട് 2 പോർഷൻ ആയിട്ട് വരും. അപ്പൊ അത് രഞ്ജിത്ത് ഈസ് കംഫർട്ടബിൾ വിത്ത് ഹൈ പിച്ച്. രഞ്ജിത്തിന്റെ റേഞ്ച് ഏതാണ് അതിലുണ്ടാക്കി. പിന്നെ ഞാൻ കുറെ ഇതിന്റെ പലരും വന്ന് ട്രാക്ക് പാടിയിട്ട് പാടാൻ പറ്റാതെ പോയ ഒരു പാട്ടാണ്. കാരണം ആ പിച്ചും കിട്ടണം, അതിന്റെ എക്സ്പ്രഷൻസും കിട്ടണം, സ്റ്റൈലും കിട്ടണം. ഇത് വളരെ സ്റ്റൈലൈസ്ഡ് ആയിട്ട് പാടേണ്ട ഒരു പാട്ടാണ്. അങ്ങനെ അവസാനമാണ് ശ്വേത അന്ന് ഒരുപാട് പാടിയിട്ടില്ല. ശ്വേതനെ ട്രൈ ചെയ്തു. ശ്വേത നല്ല സ്പിരിറ്റ് കൊടുത്തിട്ട് ഒരുപാട് സമയം എടുത്തിട്ട് നന്നായിട്ട് പാടി ഈ പാട്ട്. അതാണ് എന്റെ കുട്ടി. അപ്പൊ ശിവാനി ഇത്തരം പാട്ടുകളൊക്കെ നന്നായിട്ട് പാടുന്ന. അല്ല, അപ്പൊ ചേച്ചി പിണങ്ങി. രഞ്ജിനി ചേച്ചി പിണങ്ങിയാണല്ലോ. അതിപ്പോ രഞ്ജിനി അവിടെ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ രഞ്ജിനി ഒരു പാട്ട് പാടുമ്പോഴും അത് പറയും. ശിവാങ്കി കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ശിവാങ്കി ഉണ്ടായിരുന്നില്ല. അത്ര പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ശിവാങ്കി പോണ്ടേ? ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് പോയി.
അവന്റെ മനസ്സിൽ മാത്രം ഇങ്ങനെ കുടിയിരിക്കണുള്ളൂ കേട്ടോ. നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ എല്ലാവരുടെ അല്ല ഉള്ളിലുണ്ട്. ആ കുടിയിരിക്കലല്ല ഈ കുടിയിരിക്കൽ, രണ്ട് കുടിയിരിക്കൽ തമ്മിൽ വ്യത്യാസം. അതെ, രണ്ട് കുടിയും കൂടിയാണ് അല്ല അല്ല അല്ല. കുടി ഇരുത്തി ബിന്നി ചേച്ചിയുടെ കൂടെ ഇരുന്നിരുന്നിരുന്ന് സാറും അതുപോലെ സോറി കേട്ടോ രണ്ട് പേര്. അതെ, ഞാൻ പറഞ്ഞ കാര്യം പറയാം. അപ്പൊ ശിവാനി ഇത് അറ്റംപ്റ്റ് ചെയ്ത് വലിയൊരു കാര്യമാണ് ഇങ്ങനെ ഒരു പാട്ട്. വാട്ട് വാസ് ദ സ്പിരിറ്റ് ബിഹൈൻഡ് ടേക്കിംഗ് ദിസ്? കാരണം അടിച്ചുപൊളി പാട്ടും ഇവിടെ എല്ലാം പാടുന്നുണ്ടല്ലോ, നമ്മൾ എല്ലാ റൗണ്ടിലും പാടുന്നുണ്ട്. ശിവാനിക്ക് പാട്ട് ഇഷ്ടമായി. ശിവാനിയുടെ ഹസ്ബൻഡിന് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് എടുപ്പിച്ചു. അല്ല, ശിവാനിക്ക് ഈ പാട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞൂടെ, പക്ഷെ ഹസ്ബൻഡിന് ഈ പാട്ട് ഇഷ്ടമായി. ഐ തിങ്ക് ദേ ആർ എ വെരി യങ് കപ്പിൾ. അപ്പം യെസ്, ആ ഒരു അങ്ങനെ സ്റ്റൈലൈസ്ഡ് ആയിട്ട് പാടാൻ വേണ്ടി. അല്ല, അപ്പൊ ശിവാനി ഇതിന്റെ എല്ലാ നുവാൻസസും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ പലയിടത്തും ഈ ഒരു സ്പീഡിലും ഈ ഒരു ഹൈ പിച്ചിലും ശിവാനിക്ക് അത് പ്രസന്റ് ചെയ്യുമ്പോൾ യു ആർ അറ്റംപ്റ്റിങ് ഇറ്റ്, വി നോ വാട്ട് യു ആർ, എന്താണ് പാടാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതായത് അത് അറിയാണ്ട് മിസ്റ്റേക്ക് അല്ല വരുന്നത്, യു ആർ സിംഗിങ് ഇറ്റ്. പക്ഷെ അത് എത്തേണ്ടടുത്ത് എത്തണില്ല. പിന്നെ പലയിടത്തും സ്ട്രെയിൻ ആയിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എത്ര പ്രാവശ്യം പാടിയാലും ഇപ്പം ഞാൻ പാടിപ്പിച്ചാൽ ആ സ്ഥലം എത്തുമെന്ന് എനിക്കറിയണ്ട. ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ, എന്നുള്ളു തുടിച്ചതും ഇവനെ കാണാനല്ലോ, ഒരു മഞ്ഞില പോലിവൻ അകലുമ്പോൾ അവിടെ പെട്ടെന്നൊരു ഫോൾസാറ്റോ അല്ലെങ്കിൽ ഒരു ഫോൾസാറ്റോ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേ ഇതില് ആ ഒരു പോർഷൻ ജസ്റ്റ് അത് പാടി നോക്കൂ, അത് പറ്റുമോ നോക്കിയേ. ഒരു മഞ്ഞില ആ ഇപ്പൊ നൗ ടച്ച് റേറ്റ്. നമ്മളെപ്പോഴും അങ്ങനത്തെ സ്ഥലങ്ങൾ ഒരു പാട്ടിലുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വേണ്ടെന്ന് വെക്കുക, അത്രയും നിവൃത്തിയുള്ളൂ. അതൊക്കെ അതിന്റെ എന്തോരം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നറിയോ ഞാൻ ശ്വേതനെ കൊണ്ട് ഇത് പാടിക്കാൻ. അതങ്ങനെ മൃദുമൗനം പോലെ. അപ്പൊ അത് വരുമ്പോ അടുത്ത ലൈനും അതിനനുസരിച്ചിട്ട് കുറച്ച് ഇങ്ങനെ കംഫർട്ടബിൾ അല്ലാണ്ട് വന്നു. പിന്നെ മഴത്തേരേറി വരും, അതാ സംഗതി കറക്റ്റായിട്ട് വേണം. മഴത്തേരേറി വരും മിന്നൽ, ഇതുമാതിരി വരണം. ഇതുമാതിരി വന്നില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പാട്ടിൽ വരുന്ന സംഗതികൾ. വേറെ കർണാട്ടിക് ആയിട്ടുള്ള സംഗതികളൊന്നും ഇല്ല, വെറും സ്ട്രെയിറ്റ് നോട്ട്സ് ഇതൊക്കെയാണ്. പക്ഷെ ഇങ്ങനത്തെ എക്സ്പ്രഷൻസ്, ബട്ട് യു ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദിസ് എന്നറിയാം. ഇതിനു മുമ്പ് ഏതൊരു പാട്ടൊക്കെ പാടിയിട്ട് ഭയങ്കര ഞങ്ങളൊക്കെ ഞെട്ടിച്ചിട്ടുണ്ട്. ഈ ഇതിന്റെ ചരണം ടു ഹൈ, എന്തൊരു പിച്ച അവിടെയാണ് ചൈത്രം. അത് പാടാൻ മെയിൽ എങ്ങനെയെങ്കിലൊക്കെ പാടും, പക്ഷെ ഫീമെയിൽ അവിടെ എത്തുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വേതനെ സമ്മതിക്കണം. എങ്ങനെയാ കുട്ടി അത് പാടി? റെക്കോർഡിംഗ്, അതാ ഞാൻ പറഞ്ഞ റെക്കോർഡിങ്ങിന് ഇപ്പൊ സാറിന്റെ പാട്ട് ശ്വേത പാടുന്നു, അത് ഇവിടെ എടുത്തോണ്ട് വരാനുള്ള തന്റെ ഭർത്താവിന്റെ ചേതോ വികാരം തന്നെ ഉപദ്രവിക്കാൻ എന്നുള്ളത് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. അതല്ല, അത് സംഭവിച്ച ഇത് പലർക്കും സംഭവിക്കുന്നതാണ്. എനിക്കും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ വീട്ടിൽ നമ്മുടെ കംഫർട്ടബിൾ പിച്ചിൽ പാടും, അപ്പൊ ഇതൊക്കെ പാടുമ്പോ ഭയങ്കര എക്സ്പ്രഷൻ ആയിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോ നല്ല ടെമ്പോ, ഇത് കുറച്ചൊന്ന് സ്വല്പം താളം കുറച്ച് ശ്രുതി താഴ്ത്തിയാൽ മനോഹരമായിട്ട് എക്സ്പ്രസ് ചെയ്ത് വിടും. വേണമെങ്കിൽ ഒന്ന് ട്രെയിനിങ് വെറുതെ പാടിക്കോളൂ. പേരെന്താണെന്നറിവില്ല, ഊരേതാണെന്നറിവില്ല, ഇവൻ എന്റേതാണെന്നുള്ള പാടുന്നു. മുകിൽക്കിനാവിൽ നിന്നും ഇവനി മണ്ണിലിറങ്ങിയ മിന്നൽ, മഴത്തേരേറി വരും മിന്നൽ, ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ, എന്നുള്ളു തുടിച്ചതും ഇവനെ കാണാനല്ലോ. എന്ത് ബെറ്ററാണ്. അതാണ് സാർ പറയുമ്പോ വീട്ടിൽ ഇങ്ങനെ പാടുമ്പോ ഫീൽ സോ മച്ച് ബെറ്റർ, അൺപ്ലഗ്ഡ് ആയിട്ട്. അപ്പൊ ഇത് കേട്ടിട്ടാണ് കലക്കും എന്ന് പറഞ്ഞു വിട്ടു. ഇവിടെ വന്നപ്പോ വേറൊരു രീതിയിലാണ് നമ്മൾക്ക് വേറൊരു സ്കെയിലും വേറൊരു താളത്തിലും പാടേണ്ടി വരുമ്പോ വന്ന സ്ട്രെയിനും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് സ്ഥലത്ത് അങ്ങനത്തെ. ഇതൊക്കെ ശിവാനി ഇതിന് ശേഷം അതിന്റെ ചരണം രണ്ടാമത്തെ ശ്രുതിയിൽ ചേരും തൊട്ട് കുറച്ച് പോർഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പാടിയത്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. യു എസ് സോ കംഫർട്ടബിൾ. അപ്പോഴേക്കൊരു ഓവർ കോൺഫിഡൻസ്, ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് കിട്ടി. അതാണ് കുഴപ്പമില്ല. അത് എപ്പോഴും നമ്മൾക്ക് വിചാരിച്ച് നടക്കണമെന്നില്ലല്ലോ. ചെറിയ കുറച്ചും കൂടിയൊക്കെ ഇപ്പോൾ ആ പിച്ചിന്റെ ഒരു ചെറിയ പ്രശ്നം. ഇപ്പോൾ ഒരു ഫുൾ ടോൺ കുറച്ച്, അതൊരു സെമി ടോൺ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയേയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പാടാമായിരുന്നു. അതിപ്പോൾ നിങ്ങൾ കഴിയാവുന്നതും അതേ പിച്ചിൽ പാടാൻ ശ്രമിക്കാൻ ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ദിസ് ഈസ് ടു ഹൈ.
അങ്ങനെ വരുമ്പോ അത് ശ്രമിക്കായിരുന്നു. ഓക്കെ, Thank you so much, Dr. Bachchan sir. ശിവാനി, ഈ ഇങ്ങനത്തെ പാട്ടുകൾ പാടുന്നതിന് മുമ്പ് നമ്മൾ കുറെ പ്ലെയിൻ നോട്ട്സ് എക്സസൈസ് ചെയ്യുക കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ശ്രുതി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. വളരെ സിക്സാഗ് ആയിട്ട് മേലെ ഫോൾസെറ്റോത്തിന് തിരിച്ചു വരുന്നു അങ്ങനെയൊക്കെ പാടുന്നത് നമ്മൾ എപ്പോഴും പ്ലെയിൻ നോട്ട്സ്, അതിപ്പം കർണാട്ടിക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ അറിയാമെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ളത് കുറേ പാടി നോക്കുക. പിന്നെ വീട്ടിൽ വെച്ച് കിട്ടിയാലും ചിലപ്പോൾ ഇവിടെ വെച്ച് കിട്ടണമെന്നില്ല. പക്ഷേ ഫസ്റ്റ് അനുപല്ലവി കംപ്ലീറ്റ് ശ്രുതി അങ്ങോട്ട് പോയി. കുറേ ചരണം പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇതൊക്കെ പറഞ്ഞാലും ശിവാനിയുടെ ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. ശിവാനി എന്ത് പാടിയാലും അവരൊരു മുത്ത് എങ്ങനെ പാടിയാലും ഇപ്പൊ രണ്ടാമത് പാടിച്ചപ്പോഴൊക്കെ വളരെ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങി ഇപ്പൊ വെളിയിൽ ഇതേ ആ മരത്തിന്റെ ചോട്ടിൽ നിന്ന് പാടാൻ പറഞ്ഞാൽ എക്സലന്റ് ആയിട്ട് പാടും. ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഒരു ചെറിയ ടെൻഷനിൽ പാടിയതാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇനി കോമ്പറ്റീഷൻ ആയതുകൊണ്ട് സോങ് സെലക്ട് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. Thank you ബിന്നി ചേച്ചി. രഞ്ജിനി ചേച്ചി, സാറിന്റെ പാട്ട് ചേച്ചി പറഞ്ഞ കാര്യങ്ങളും കുറച്ചൊന്ന് ഇന്റലിജന്റ് ആയിട്ട് നോക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. അത്രേ ഉള്ളൂ. അതർവൈസ് യു ആർ വെരി ഗുഡ്, യു ആർ വെരി ഗുഡ് സിംഗർ. ഈവൻ എനിക്കും ഭയങ്കര ഇഷ്ടമായി ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഐ ഡോണ്ട് നോ, ചിലവർക്ക് ആ സാധനം ഇൻബോൺ ആയിട്ടുണ്ട്. ആ സംഭവങ്ങൾ നമ്മുടെ ആ ഫോൾസെറ്റോ ഒക്കെ പോകുമ്പോഴത്തേക്കൊരു ഒരു ഇൻബോൺ ഒരു ഹസ്ക് കയറിയിട്ട് ഒരു വേറൊരു വെൻ യു ഷിഫ്റ്റ് യുവർ ഹെഡ്, അത് ഇൻബോൺ ആയിട്ട് ശിവാനിക്കുണ്ട്. ഭയങ്കര രസമാണ് വോയിസ് കേൾക്കാൻ. ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ പിള്ളേര്, ഈ ചെറിയ കൊച്ചു പിള്ളേര് കവറായിട്ട് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടത്തിനൊരു പിച്ചില് ആ സ്ലോ ആയിട്ട് വെറുതെ ഒരു പിയാനോ മാത്രം വായിച്ചിട്ട്, പക്ഷെ കേൾക്കാൻ ഭയങ്കര സുഖമാണ്. ചൈത്രം തൊട്ടൊക്കെ തുടങ്ങിയിട്ടാണ്. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കവർ അനുഭൂതി. ഞാനൊക്കെ ഹാ ഹിഹാന്ന് പറയും. പക്ഷെ അവര് ഈ ടെമ്പോന്റെ അകത്ത് ഈ മീറ്ററിന്റെ അകത്ത് ടെമ്പോയില് പാടുക വളരെ കഷ്ടം. ക്ലിക്കില് പാടുക, ഈ ശ്രുതിയിൽ പാടുക എന്നൊക്കെ പറയുമ്പോ കളി മാറി. അപ്പൊ അത് ആ കംഫർട്ടബിൾ സോണിൽ നിന്നിട്ട് പാടുന്ന അങ്ങനെ ഒരു റൗണ്ട് വെക്കണം കേട്ടോ. കംഫർട്ടബിൾ സോണില് ഒരു പാട്ടിന്റെ കവർ പാടുന്ന പോലെ എല്ലാവരും പാടുന്ന പോലെ ഡയറക്ടറോട് കൂടി എല്ലാവരോടും കിട്ടും ഒരു അൺപ്ലഗ്ഡ് വെർഷൻ വെക്കുക. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ റേഞ്ചിന്, നിങ്ങളുടെ സ്പീഡിന് നിങ്ങൾക്ക് പാട്ട് പാടാം, ഞങ്ങൾക്കും ആസ്വദിക്കാം. ജഡ്ജസും പാടും കേട്ടോ. എന്തായാലും നമുക്ക് ശിവാനിയുടെ ജഡ്ജ്മെന്റ് ഒക്കെ കേട്ടു. ഇനി നമുക്ക് ശിവാനിയുടെ മാർക്സ് അറിയാം. മാർക്സിലേക്ക് കിടക്കാം. മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് ശിവാനിക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിക്കണം. അതിനുശേഷം ജഡ്ജസിന്റെ മാർക്സ് അറിയാം കേട്ടോ. ശിവാനി, യുവർ മാർക്ക് ഈസ് 92.5. ശിവാനി 92.5 ആണ് ഈ ഘട്ടത്തിലെ ആദ്യത്തെ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ശിവാനി സന്തോഷം കേട്ടോ എന്റെ ഒരു പാട്ട് പാടിയതിന്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താരാട്ടാൻ താമരപ്പൂം കൺകളിൽ തിരുമുത്തം നൽകാൻ വാ. ഓ ആലോലം പൂം പൈതലേ താരാട്ടാൻ വാ തെന്നലെ ഈ താമരപ്പൂം കൺകളിൽ തിരുമുത്തം നൽകാൻ വാ. ഓ അതായത് ഞങ്ങള് ആ കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ കിടത്തിട്ടാണ്. എവിടെ? ഇവിടെ കിടത്തിട്ടാ. അതല്ല, തൂത്ത് തുടച്ചിട്ട് അവിടെ കിടത്തി കേട്ടോ. തൂത്ത് കുഞ്ഞു മക്കളല്ലേ. ഇത് നമ്മൾ മീൻ പിടിക്കുമ്പോലല്ലേ. കിടന്നോട്ടെ. കൊണ്ടിട്ടല്ലേ. സൂപ്പർ തള്ള. ഞങ്ങള് ഒരു വളരെ സന്തോഷത്തിലാണ്. കാരണം ഞങ്ങളൊരു ഡേ കെയർ സെന്റർ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ പാടാൻ വരുന്ന പല കണ്ടസ്റ്റൻസും അവരെ മക്കളെ കൊണ്ടുവന്ന് റൂമിൽ കിടത്തിയിട്ട് അവരെ നോക്കാൻ ആരുമില്ല. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ നോക്കാനും ഉറക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഈ ഡേ കെയർ സെന്റർ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. അവർക്കൊരു സഹായവും ഞങ്ങൾക്കൊരു വരുമാന മാർഗവും. ഇവിടെ വർത്താനം പറഞ്ഞോണ്ട് നിന്നാ നടക്കൂല. അവിടെ പിള്ളേര് കിടന്ന് കരയും. ഞാൻ എന്താ ചെയ്യണം? അവർക്ക് കുറച്ച് ഔസേപ്പാപ്പ എടുത്തു കൊടുക്കും. അല്ല, പാപ്പ എടുത്ത് കൊടുക്കാൻ. പാപ്പം എന്തോന്ന് പാപ്പം എടുത്തു കൊടുക്കും? അതാ പാപ്പ എടുത്ത് പിന്നി മിന്നി കൊടുക്കാൻ. പിന്നെ കൊടുക്കാൻ. പിന്നെ കൊടുക്കാൻ. നിങ്ങൾ എന്തോന്ന് മനുഷ്യ പറയണേ? എന്തോന്ന് എടുത്ത് കൊടുക്കാൻ? പാപ്പ എടുത്ത് പിന്നെ കൊടുക്കാൻ. പഞ്ഞു കൊടുക്കാനാണ് പറയണേ. പന്നെടുത്ത് പന്നെടുത്ത് വാക്കാത്ത വെച്ചുകൊടുത്ത കൊച്ചുങ്ങളെ തൊണ്ടയിൽ ഇരിക്കും.
അതിന് നല്ല മധുരമുള്ള തണുത്ത കുറച്ച് രഞ്ജിനി ജ്യൂസ് കൊടു ഇറങ്ങി പൊക്കോളൂ. രഞ്ജിനി ജ്യൂസ് അല്ല, അത് മുന്തിരി ജ്യൂസ്. അങ്ങനെയാണല്ലേ? അത് എന്താണെന്നറിയാമോ, ഈ ഇവിടെ വന്നതിന് ശേഷം എന്ത് പറഞ്ഞിരുന്നാലും ഈ പേരുകളുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് പറയാം. ഞങ്ങളൊരു ഓഡീഷന് കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂമിംഗ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂമിംഗ് എന്ന് പറയുമ്പോ ഇവര് ഓരോ പാട്ടുകൾ കൂടെ ഒന്ന് പാടിയിട്ട് മാർക്ക് വാങ്ങിച്ചോണ്ട് പോകുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഗ്രൂമിംഗ് അല്ല ഞങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവരെ പാട്ട് കേട്ട് കുഞ്ഞു മക്കള് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് ഇവിടെ ഒന്ന് പാടിക്കഴിഞ്ഞാൽ 100 മാർക്ക്. ണെന്നുണ്ടെങ്കിൽ വട്ടാൻ പോകും. കാരണം ഇവിടെ കുറെ ഗ്രൂമേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗുണമുള്ളതായിട്ട് നമുക്ക് ഇതുവരെ പറയുന്നത് അങ്ങനെയല്ലേ? അതെ. പിന്നെ ഈ ഇപ്പോഴത്തെ പിള്ളേരുടെ പേരുകൾ കേട്ടിട്ടുണ്ടോ? വായിൽ കൊള്ളാത്ത പേര്. നമുക്കത് പറയണമെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് വല്ല ഡിഗ്രി എടുത്തോണ്ട് വരണം. പേര് ഒരു മിനിറ്റ്, പിള്ളേരുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരുടെ പേര് വായിക്കാമേ. അത് വെളുത്തുള്ളി കഴിച്ചാൽ മതി. ഗ്യാസ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഗ്യാസ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ഇഷാനി, നിതാര, പൈകാശി, മേധസ്വി, പാവനി, എന്തൊരു പേരെന്തോ. ബാക്കിയൊന്നും എനിക്ക് എഴുതാനും അറിഞ്ഞൂടാ, വായിക്കാനും അറിഞ്ഞൂടാ. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതൊന്നും ചെയ്യണില്ല. പേരുകളൊന്നും ആലോചിച്ച് നോക്കണം. അതൊക്കെ ഞങ്ങളെ കാലത്തെ പിള്ളേരെ തങ്കപ്പ, രായപ്പ, സുരേന്ദ്ര, ഭയങ്കര എളുപ്പമായിരുന്നല്ലേ ഇല്ലേ? പണ്ട് ഞങ്ങൾ 12 മക്കളാണ് ഞങ്ങളെ കുടുംബത്തില്. 12 മക്കള്. 12 അതെ, 2-3 പേരിട്ട് ബാക്കിയൊക്കെ അപ്പൊ നമ്പർ അടിച്ചു വിട്ടാണ് ചെയ്തത്. ഈ ഇവിടത്തെ ഈ രക്ഷിതാക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡേ കെയർ നമ്മൾ നടത്തുമ്പോഴേ നമ്മൾ ഈ ഇതിന്റെ കാര്യങ്ങൾക്ക് കുറച്ച് ചാർജസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് വേണം, നമുക്കത് വേണമല്ലോ. അതിന് ഞാൻ ഒരു വില പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്, ഞാൻ വായിക്കാം. ചിലപ്പോ ഒരു കാര്യം ചെയ്യും, നീ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, അതിന് ഞാൻ അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഞാൻ പറയാം. നിങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, പിള്ളേരുള്ള അമ്മമാര് ശ്രദ്ധിക്കണേ. തട്ടി ഉറക്കുന്നതിന് 100 രൂപ, ആട്ടി ഉറക്കുന്നതിന് 500 രൂപ, ആട്ടിനോടൊപ്പം പാട്ട് 1000 രൂപ. മതി. മക്കുവണ്ണം പാടിയ 2000 രൂപ. കൊണ്ട് നടന്ന് ഉറക്കണമെങ്കിൽ 2000 രൂപ. അതാണ് നമ്മുടെ വില. പിന്നെ പാവനിയുടെ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കൊച്ചിനെ ആട്ടി ഉറക്കാനെന്ന് പറഞ്ഞാണ് 250 രൂപ തന്നിട്ടാണ് കൊച്ചിനെ ആട്ടി ഉറക്കണമെന്ന് പറഞ്ഞ. ഒരാട്ട് ആട്ടി നിർത്തിയിട്ടുണ്ട്, ബാക്കി 250 രൂപ തന്ന തിരിച്ചാട്ടും. അത് നടക്കുള്ളേ. പിന്നെ ഇനി ഈ അപ്പിയിടുന്ന കാര്യം ഉണ്ടല്ലോ, അത് പിന്നെ കാലിൽ ഇരുത്തി അപ്പിയിടുന്നതിന് 200 രൂപ. പിന്നെ സ്നഗി ഉപയോഗിച്ച 250 രൂപ. അല്ല, അത് ഓർഡർ ചെയ്താലല്ലേ വരുള്ളൂ. അത് സ്വിഗ്ഗി അപ്പൊ ഇതാണ് നമ്മള്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ ചെയ്തു തരും. പിന്നെ ഈ കളിപ്പാട്ടം വെച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട, ഇങ്ങനത്തെ കളിപ്പാട്ടം ഉപയോഗിക്കാം. അണ്ണാ അത് കാണിച്ചു വിടണ നമ്മൾ ഇങ്ങനെ കളിപ്പിക്കുന്നത്. 1 2 3 സ്റ്റാർ ഇങ്ങനെ കളിപ്പിക്കും നമ്മള്. പിന്നെ നമ്മളിങ്ങനെ വട്ടത്തിലൊക്കെ ഓടും അല്ലേ അണ്ണാ? ഇങ്ങനെയൊക്കെ ഓടും. അല്ല, അതെ, നാണം തോന്നില്ലേ? അല്ല, 2 മുതുക്ക് വാടാലി നമ്മള് ഡേക്കറായി പോയില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ കളിപ്പിക്കുന്നത്. വേറെ കുറെ ഉണ്ട് കളിപ്പാട്ടം, അതൊക്കെ അങ്ങ് അകത്ത് നമ്മൾ വെച്ച് പൂട്ടിയിരിക്കണേ. പിന്നെ ഇത് ചില പിള്ളേരുണ്ട് നമ്മളെ കളിപ്പാട്ടത്തിലൊന്നും ഉറങ്ങൂല. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ മക്കുവണ്ണനെ ഇറക്കി അങ്ങ് വിടും. അതായത് നോയിക്കോളണേ. ഒരുപാട് നേരം അടിക്കായിരുന്നേ, ബാലൻസ് കിട്ടുന്നില്ല. മാഡത്തിന് ഇഷ്ടപ്പെട്ടു. കൂടുതൽ ചിരിക്കണ്ട. അല്ല, അവന് ചിരിയല്ലേ? നീ ചിരിക്കണ്ട. നീ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോ ഞാൻ ഇങ്ങനെയല്ലേ എന്ന് അടിച്ചത്. നീ കറങ്ങി ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഇതല്ല അവസ്ഥ, കല്യാണം കഴിച്ചതല്ല അവസ്ഥ. ഹലോ അത് വിട്, അങ്ങനെ ഡയലോഗ് ഒന്നും അടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾ പാട്ടൊക്കെ വന്നത്, നിങ്ങൾ ഈ കുടുംബത്തിൽ സംസാരിക്കേണ്ട കാര്യമൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ആര് ഇതിനുള്ള ഇത് തന്നതാരാ? ഇവിടെ സ്റ്റേജിൽ കയറി വന്നിട്ട് വർത്തമാനം പറയാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ പാട്ട് പാടിയപ്പോ സാറ് പറഞ്ഞ എന്റെ അടുത്ത് ഇവിടെ പഠിച്ച് പാടിയിട്ടൊക്കെ ഇനി പോയാ മതിയെന്ന്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വരുമാനം വേണ്ടേ? അപ്പൊ ഞാൻ അങ്ങനെ അണ്ണനുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോ അണ്ണന്റെ ഐഡിയ ആണ് ഇത് ഡേ കെയർ തുടങ്ങാൻ. നീ അല്ലേ പറഞ്ഞ എന്റെ പാട്ടൊന്നും എന്റെ പാട്ടൊന്നും കേൾക്കുന്നില്ല, നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾ പറയണത്? നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ അടുത്ത്? അതെ, ഒരു മിനിറ്റ്. നമ്മൾ ഇത്ര നേരമൊക്കെ സഹിച്ചു, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ.
അല്ല പിന്നെ എല്ലാം കൂടെ ഞാനൊരു പാവപ്പെട്ടത് എന്റെ മണ്ടേ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അതല്ല എവിടെയാണ് ചേട്ടാ. പറഞ്ഞത് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യാന്ന്? അല്ല അതൊക്കെ ഓക്കെ, പക്ഷെ അതല്ല ഇതെന്താണ് അല്ല ഇത് ഫ്രീ ആയിട്ടിരിക്കുക അവിടെ പ്രോപ്പർട്ടി ഫ്രീ ആയിട്ടിരിക്കല്ലേ. അണ്ണൻ പറഞ്ഞിട്ടാണ് ഞാൻ ഡേ കെയർ അതൊക്കെ തുടങ്ങാന്ന് പറഞ്ഞു please, വന്നത്. please. എനിക്ക് വഴക്കുണ്ടാക്കല്ലേ, എനിക്ക് നീ ഇതിങ്ങനെ വെക്കുമ്പോ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല. ചിരി വരണേ. കൊള്ളാം അങ്ങനെ ആക്കി. നോക്കിക്കേ. ഇത് കറക്റ്റ് ആണല്ലോ, അടിപൊളി ഫിഗറാ. എന്തൊരു ക്യൂട്ട്. ഇതൊരു സാധനം ഇങ്ങനെ അങ്ങനെ ആക്കിക്കേ ആക്കിക്കേ ആ ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നറിയാം അമരീഷ് പുരി നേഴ്സറി കൊണ്ടാക്കിയല്ലേ ഇരിക്കല്ലേ. കൈയുടെ നീക്ക് ഇവിടെ വന്ന് കിടന്ന് അലമ്പാകാൻ പറ്റത്തില്ല, രണ്ടുപേരും പുറത്തിറങ്ങിക്കേ. ഇറങ്ങി ഇറങ്ങി. കുറച്ചേരം മാറിക്കും. അല്ലല്ല, നീ എന്തോന്നാണ് നീ എന്താ ദേ, എന്റെ അടുത്തേക്ക് അടുത്തടുത്ത് നിങ്ങൾ വരുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിക്കേ. നീ എന്താ വെളിയിലേക്ക് ഇറങ്ങ്. നീ എന്താ എന്താ? ശരിയാവില്ല. ഇല്ല, അത് ചൂടാവണ്ട. നിങ്ങൾക്ക് മതിയായില്ല, ആ, മതിയായി. നിങ്ങൾക്ക് മതിയായില്ല. എന്താ? നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് കൊണ്ട് വന്നത്. എടി വീണ്ടും എന്നെ- നിങ്ങൾക്ക് ഇത് അത്യാവശ്യം, നിങ്ങൾക്ക് ഇത് ഇതായിരുന്നോ അത്യാവശ്യം. സുമ? ഈ സുമേനെയാണോ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് 10 എപ്പിസോഡ് ബിൽഡപ്പ് ഓരോ ചെയ്തു. ദിവസം ഞാൻ വന്ന് നിങ്ങൾക്ക് ഇത് കേൾക്കണം. അതുകൊണ്ട് സാറ് വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് 24 മണിക്കൂറും പറയും ഈ ചെറുക്കനെ ഭയങ്കര ഇഷ്ടമാണ്, ഈ ചെറുക്കനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഏത് ചെറുക്കനെ? ഇഷ്ടം എന്ന് പറയണുള്ളൂ, പെണ്ണിനെ ഇഷ്ടം എന്ന് പറയണില്ലല്ലോ. അതല്ലെന്ന്, ഈ ചെറുക്കന് ഭയങ്കര ആരാധനയാണെന്നാണ് പറഞ്ഞത്. ആ. അപ്പൊ ഈ ഒരു സമ്മാനം വാങ്ങിച്ചു വെച്ച് എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ആ ചെറുക്കനെ കാണാൻ പോവാം, എന്നിട്ട് അവന് സർപ്രൈസ് ആയിട്ട് നമുക്കത് കൊടുക്കാന്ന് പറഞ്ഞു. എന്നെ ഞാൻ അതിനു വേണ്ടി വാദിച്ചൊരു മനുഷ്യനാ. ചിരി വരണ്ട എനിക്ക്. ഞാൻ ദേഷ്യപ്പെട്ടിരിക്കണ ചിരി വരണ്ട. നിങ്ങൾ ചിരിച്ചോണ്ട് നില്ല ഇവിടെ. പിന്നെ ഇങ്ങനെ കാണിച്ചിട്ട് ചിരി വരാതെ അങ്ങനെ അവൻ എന്തെങ്കിലും കാണിക്കട്ടെ, എന്നെ വിളിച്ചോണ്ട് നാണം ഇപ്പൊ കെടുത്തിട്ട്. ഞാൻ നിങ്ങൾക്ക് ശരിക്കും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് പോയി ഗിഫ്റ്റ് അതെ, നിങ്ങൾ ഈ കിടന്ന് ബഹളം വെക്കല്ലേ, ഇത് വന്നത്. എന്റെ അണ്ണൻ ഒരു ആഗ്രഹമുണ്ട്, അവനൊരു ഗിഫ്റ്റ് കൊടുക്കണം. ആ ഗിഫ്റ്റ് കൊണ്ടുവന്ന് അത് കൊടുത്തിട്ടേ അല്ല ഞങ്ങൾ ഗിഫ്റ്റ് തരട്ടെ അല്ല ഗിഫ്റ്റ് കൊണ്ടുവന്നെങ്കിൽ ഞാൻ ആ ഗിഫ്റ്റ് എന്തൊരു കൊടുക്കും. കഷ്ടാണിത്. കണ്ട ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിരിക്കണ കണ്ട. നമ്മളൊരു കാര്യം ഏറ്റു കഴിഞ്ഞാ ഡേനെ നിന്റെ അടുത്ത് ഇഷ്ടമില്ലാത്തോണ്ടല്ല, നിന്റെ അടുത്ത് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവന് ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതെന്തോന്ന്? ദൈന അതിനുള്ളിൽ കയറി ഇരുന്ന് ആടണം. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞു കൊണ്ടുവന്നേര്. പറ, എല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് പറയാണ്. ഡേനെ Happy birthday! നോക്ക്. കേക്കാണോ? ഇതേ ഇതേ Happy birthday to you. Happy birthday to Dane. Happy birthday to Dane. ഈ സന്തോഷ നിമിഷത്തിലേക്ക് ഡെയിൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ വിദ്യ. ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ജഡ്ജസിനെ 3 പേരെ ഞാൻ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യുന്നു. കുഞ്ഞുപ്പ വെക്കുന്നല്ലോ അല്ലേ? അതെ അതെ നല്ല നാള് പിറന്നാള് 45 വയസ്സുള്ള കുഞ്ഞുവ വെക്കുന്നല്ലോ. നല്ല നാള് പിറന്നാള് 56 വയസ്സുള്ള കുഞ്ഞുവ വെക്കുന്നല്ലോ. ഓരോ ഞാൻ ലൈനിലും birthday നോക്കി വയസ്സ് കൂടുന്നുണ്ടോ? Happy birthday to you. Happy birthday to you. കൊടുക്കട്ടെ. Happy birthday to dear Dane. Happy birthday to you. നെഞ്ചിൻ പൂത്താലം നിറച്ചും സ്നേഹം നൽകിടാം, ചുണ്ടിൽ പൂത്തിടും തുടിപ്പിൻ മന്ത്രം ചൊല്ലിടാം. നെഞ്ചിൻ പൂത്താലം നിറച്ചും സ്നേഹം നൽകിടാം, ചുണ്ടിൽ പൂത്തിടും തുടിപ്പിൻ മന്ത്രം ചൊല്ലിടാം. എന്റെ ഏകാന്തവീഥിയിൽ പൂത്ത കൺമണി തിങ്കളെ, ഉള്ളിലായിരം സ്നേഹവായ്പോടെ ഇന്നു നേരുന്നിതാ. ഓക്കെ, ഇനി സ്കിറ്റിന്റെ ബാക്കിയുണ്ടോ? ഞങ്ങള് ഒന്നുകൂടെ വഴക്കൂടട്ടെ. ആ, ആ. അപ്പൊ വഴക്കൂടുമ്പോ നിങ്ങൾ ഇറങ്ങി പോവാൻ പറയും. എന്നാ വഴിക്കൂടി ഞങ്ങൾക്ക് ഇറങ്ങി പോവാൻ വേറെ നിവർത്തിയില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ. അത് ശരി. അല്ല എന്നൊന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങിക്കോ, ഞങ്ങൾ ഇറങ്ങി പോകാൻ പറയാം. അത് ഈ കേക്ക് അല്ലല്ലോ ഞാൻ പറഞ്ഞത്. നീ എന്നടി പറഞ്ഞത്? ഈ കേക്കാണോ ഞാൻ പറഞ്ഞത്? വാങ്ങിച്ചോണ്ട് വരാൻ. ഈ കേക്കാണോ ഞാൻ പറഞ്ഞത്? വാങ്ങിച്ചോണ്ട് വരാൻ. ഇറങ്ങിപ്പോ. മതി മതി മതി. ഇത് അലമ്പുണ്ടാക്കാൻ വേണ്ടിട്ട് ഈ സ്റ്റേജിൽ കയറി വന്നിരിക്കുന്നത്. ഞാൻ പോണ. മാറ്റി തരും. നീ ഇല്ല, മാറ്റി പോ. ഒരു ഷോർട്ട് ബ്രേക്ക്. ഇനി അടുത്തത് നമ്മുടെ സ്വന്തം ഗിരീഷ് പുത്തഞ്ചേരി സാറിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ആ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നു
സാദിയ. ഹായ് സാദിയ. സാദിയ നന്നായി പാടാൻ പറ്റിയോ? അറിയില്ല, ചോദിക്കാം. സാർ ഉഗ്രനായിരുന്നു, വളരെ നന്നായി പാടി സാധ്യ. ഇതിലും നന്നായിട്ട് സാധ്യയ്ക്ക് ഇത് പാടാൻ പറ്റുമെന്ന് അറിയാം. പക്ഷെ സാധ്യ കുറച്ചൊക്കെ അഴിച്ചു വിട്ടിട്ടുള്ളൂ തൻ്റെ കപ്പാസിറ്റി. അതുപോലും വളരെ മനോഹരമായിരുന്നു, വളരെ നന്നായിട്ട് തന്നെ പാടിയത്. ബട്ട് ആ ഈസ് ഉണ്ടല്ലോ പാടുന്ന നേരത്ത്
അത്ര ഈസി ആയിട്ട് നോട്ടുകൾ അങ്ങോട്ട് എല്ലാ നോട്ടുകളും അത് കമ്പോസ് ചെയ്യുന്ന ഒരാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ. അപ്പൊ ആ നോട്ടുകളൊക്കെ കറക്റ്റ് അതാത് സ്ഥലത്തിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ ഞോണ്ടി വരുന്നുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് എന്താണ് അറിയാ മധുരം, രണ്ട് അനുപല്ലവിയുടെയും ചരണത്തിന്റെ എൻഡിലും ഇളനീർ മധുരം, അറിയാ മധുരം, എക്സലന്റ് ഡൈനാമിക്സ്. ആ ലാസ്റ്റ് വാക്ക് നമുക്ക് കേൾക്കാം, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇറ്റ്സ് വെരി ഫീൽ. അറിയാ മധുരം എന്ന് പറയുന്നത് ടോട്ടലി എനിക്ക് ഐ ലവ് ദിസ്. ജോൺസൺ മാസ്റ്റർ ഒരു വലിയ ആരാധികയാണെന്ന് തോന്നുന്നു. ആരാധികയാണ്. ഞാൻ ഈ പാട്ട് പാടാൻ കയറുന്നതിന് മുമ്പ് റാണിയമ്മനെ വിളിച്ചിട്ടാണ് വന്നത്. അതിന്റെ അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പാടിട്ടോ. ഓൾ ദ ബെസ്റ്റ്. എനിക്കും വേറൊന്നില്ല അഭിപ്രായം. സാധ്യ കുട്ടി നന്നായി പാടി. അതായത് ഞങ്ങള് ഒരു തോണിയൊക്കെ തൊഴിഞ്ഞു പോകുന്ന പോലെ ഞങ്ങൾ ഇങ്ങനെ നമ്മളൊരാടി അങ്ങനെ ഞങ്ങൾ എങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് എവിടെയോ ഒരേ ഒരു ഡൗട്ട്, ആരോ കളിയായി ഏതോന്ന് എനിക്കിപ്പോ മറന്നുപോയി. ചില്ലുവാതിലാണോ അതോ മേലെ പാടുന്ന ഒരു പോർഷൻ ഉണ്ടോ? ചില്ലുവാതിലിൽ ഒരു കാറ്റിൻ കൈ തൊട്ടുവോ. ആ ഒരു സംഗതി പക്ഷെ ക്ലിയർ ആയല്ല, ജസ്റ്റ് എനിക്കൊന്ന് കേൾക്കാനാ ക്ലിയർ ആവാൻ വേണ്ടി. സൂപ്പർ. എനിക്ക് വരി മറന്നു പോകുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അതൊരു സംശയമില്ലായികയില്ല. ആ ഒരു സംശയം, ഒരു സന്ദേഹം മോക്ക് ഇരുന്നത് പോലെ തോന്നി. അതുകൊണ്ടാട്ടോ. അപ്പൊ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. യു ആർ എ വെരി ഗുഡ് സിംഗർ. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ടൈം ആൻഡ് അഗൈൻ ഇവിടെ വന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. സാധ്യ പാടാൻ കയറുമ്പോൾ തന്നെ നമ്മൾ ഞാൻ റിലാക്സ്ഡ് ആണ്. എനിക്കറിയാം സാധ്യ നന്നായിട്ട് പാടും എന്നുള്ളത്. സ്പെഷ്യലി ജോൺസൺ മാസ്റ്ററിന്റെ പാട്ടുകൾ അല്ലേ? ചീരപ്പൂവുകൾക്ക് പാടിയും. കറക്റ്റ്. അത് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ചീരപ്പൂവുകൾക്ക് എന്നുള്ള പാട്ട് പാടുന്ന ആൾ എപ്പോഴും എന്റെ മനസ്സിലുണ്ടാവും. ജോൺസൺ മാസ്റ്റർ എന്താണെന്നറിയില്ല, പല സ്റ്റേജസിലും ഇങ്ങനെ അത് മാത്രം തലയിൽ നിൽക്കും എന്റെ, എന്തോ ഫോർ സം റീസൺ. എന്ത് രസമുള്ള പാട്ടാണ്, ബ്യൂട്ടിഫുൾ. ഇപ്പൊ ഈ പാട്ട് കേട്ടിട്ട് കുറെ കാലമായി ആരെങ്കിലും വന്ന് പാടണം ഞാൻ കേട്ടിട്ട്. താങ്ക് യു സോ മച്ച് ഈ ഒരു പാട്ട് കൊണ്ടുവന്നതിന്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. അപ്പോ മാർക്സിലേക്ക് കിടക്കാം. അതെ, സാദിയ, യുവർ മാർക്സ് ഫോർ ദിസ് റൗണ്ട് 100-ൽ 95. 95 on 100. നല്ല മാർക്സ് ആണ് സാദിയ. അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നമുക്ക് ഭർത്താക്കന്മാരുടെ ചോയ്സിന് ഒരു റൗണ്ട് അങ്ങ് വിട്ടുകൊടുത്താലോ? വിട്ടുകൊടുക്കാം. ഹസ്ബൻഡ്സ് ചോയ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു നിമിഷ. ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. ഏനുണ്ടോടി അമ്പിളി ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം. കമ്മലിട്ടോ പൊട്ട് തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. കാവളോ
ഏനുണ്ടോടി ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമര ചന്തം ചന്തം കമ്മലിട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. ബ്യൂട്ടിഫുൾ. താങ്ക് യു എക്സലന്റ്. താങ്ക് യു സർ. അപ്പൊ പരിപ്പോടെ ഇറക്കിട്ട് സംസാരിക്കും. പരിപ്പോടിയാണോ അതിന്? ആ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ അവിടെ പരിപ്പാട് തിന്നോണ്ടിരിക്കുക. ചോദിച്ചത് അവിടെ നിന്ന് ഇറങ്ങുമ്പോ എന്റെ മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെയാണ് ഈ ഫ്ലോറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടന്റ് നീ പരിപ്പോട് കഴിക്കാറില്ല? ഞാൻ അവന്റെ വായിലുണ്ട് പരിപ്പോട. ഇല്ല അവന്റെ തിന്ന് വേഗം തീർത്തു, കിട്ടിയ വഴി അവൻ വിഴുങ്ങി. കണ്ടസ്റ്റന്റിനെ ഇടയ്ക്ക് നോക്കി കുശലം പറയാൻ പോയിട്ട് ഒരു പരിപ്പോടെ താഴെയും പോയി. നിമിഷയുടെ ബീജ ചേച്ചിക്ക് ഒരു കൈഡി കൊടുക്കണം കേട്ടോ. അതെല്ലേ എന്താ ബീജ ഡ്രസ് നിമിഷ ചെറുതാക്കിക്കൊണ്ടിരിക്കുക. നല്ല കളറും. ഈ കോസ്റ്റ്യൂമും ചേച്ചി തന്നെയാണോ? അതെ അതെ ചേച്ചി സെയിം തന്നെ. സ്ഥലം. അതെ അതെ ഓക്കെ. ഓക്കെ. ഇനി ചെല്ലുമ്പോ ചേച്ചിയോട് ചോദിക്കാം എന്താ ഈ പേരിന്റെ ഇടാൻ കാരണം എന്ന്. ഉറപ്പായിട്ടും ചോദിച്ചിട്ട് പറയാം ഞാൻ. പിന്നെ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു പാടിയത്? സൂപ്പർ ആയിരുന്നു മോളെ. താങ്ക് യു മാം. ഈ ഒരു ജോണർ, ഈ ഒരു ടൈപ്പ് ഓഫ് പാട്ടുകള് നിമിഷം നന്നായിട്ട് പാടുന്നുണ്ട്. നല്ല കോൺഫിഡൻസോടെ പാടുന്നുണ്ട്. താങ്ക് യു മാം. ഇങ്ങനത്തെ ടൈപ്പ് പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം? ഇത് ഞാൻ കുറെ നാളായിട്ട് കുറെ പാടണമെന്ന് വിചാരിച്ചു. പാടിയിട്ടുണ്ട്. അല്ല പാടിയിട്ടുണ്ട്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നീ ഇത് തന്നെ എടുത്ത് പാട് ഹസ്ബൻഡ് ചോയ്സില് നല്ല പാട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഹസ്ബൻഡ് ഒരു പാട്ട് ഭാര്യയ്ക്ക് പാടാനായിട്ട് നന്നായിട്ട് പറ്റുന്ന വേഗം പാടിക്കോന്നുള്ള രീതിയിൽ മാറ്റിയത് അവർക്ക് ഉള്ള വർണ്ണനകളൊക്കെ തലയ്ക്കകത്ത് വെച്ചിട്ട് നീ ഇത് പാടും, ഇതങ്ങനെയല്ല, നീ ഇത് നേരത്തെ പാടിക്കണല്ലേ, അപ്പൊ നീ ഇത് തന്നെ പാടിയാൽ മതി. അങ്ങനത്തെ റീസണിങ് ഫസ്റ്റ് ടൈം ഐ ആം ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ദിസ് റീസണിങ് ബിക്കോസ് ദിസ് റീസണിങ് ഫീൽസ് റിയൽ, നോൺ ഡ്രമാറ്റിക്. അതെ, അദ്ദേഹത്തിന്റെ വൈഫ് നന്നായി പാടുന്ന ഒരു പാട്ട് നീ ഇത് നേരത്തെ പാടിയിട്ടുള്ളത് കൊണ്ട് നീ ഫെമിലിയർ ആണ്, ഈ പാട്ട് പാടൂ. ഹസ്ബൻഡിനാണ് ഒരു കൈയടി കൊടുക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അത് തനിക്ക് വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നൗ ഐ തിങ്ക് ദാറ്റ് ഇസ് റിയൽ ലവ് ആൻഡ് ദാറ്റ് ഇസ് റിയൽ നോൺ. നമ്മളിവിടെ ഒരു റിയൽ ലവിനെയും കണ്ടു. ഒരു നോൺ ഡ്രാമ സംഭവം അവിടെ ഒരു റീസണിങ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് സിത്താര പാടിയ പാട്ടാണ്. ഒബ്വിയസ്ലി വി ആർ ഓൾ കൊളീഗ്സ് ആൻഡ് ഫ്രണ്ട്സ്. അപ്പോ അത് അതേപോലെ തന്നെ പാടി, ഒന്നും പറയാനില്ല, അസലായിട്ട് പാടി. തന്റെ ആ വോയിസ് കൾച്ചറിന് പറ്റിയ ഒരു പാട്ടാണ്. ഒറ്റ കരി അടുത്ത പ്രാവശ്യം ബീജ ചേച്ചിയോട് സ്ക്വയറിനൊക്കെ ഇടാൻ പറ, അത് ഞാൻ വിടുകയല്ല. ശരി മാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സർ. ഒന്നും ഒരു കാര്യമായിട്ട് പറയാനില്ല. ഒരു സാധനം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓഹോ എന്നൊക്കെ നമുക്ക് തോന്നിയെങ്കിലും എനിക്ക് ഓഹോ അത്രയും കിട്ടിയില്ല. അതായത് പുന്നാരപ്പൂങ്കുയിലെ അത് ആദ്യത്തെ പ്രാവശ്യം, പിന്നെ പഞ്ചാരപ്പൂങ്കുയില്, പിന്നെ അതേ സംഗതി മിണ്ടാതെ നിൽക്കണല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങോട്ട് വീണു. മറ്റോടത്തൊക്കെ അത് ചെറിയൊരു ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. ആ സംഗതി, ആ സ്ലാങ്, അതെല്ലാം കറക്റ്റാണ്. അത് കറക്റ്റായിട്ട് വീണു. ഞാൻ കണ്ണുമുടി കഴിഞ്ഞത് സിത്താര തന്നെയാ പാടണേന്ന് തോന്നുന്നു നമുക്ക്. അതെ. അപ്പോ ഒരു ടെസ്റ്റ് ചെയ്തോട്ടെ വിത്ത് പെർമിഷൻ. ഇതിപ്പോ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് പാടിയെന്നാണ് നമ്മളൊക്കെ ധരിക്കുന്നത്. അല്ല, ഇതൊരു സിത്താര 2 ആണെങ്കിൽ നമ്മളൊന്നും പറയില്ല. പക്ഷെ യു സിങ് ഇറ്റ് ഇൻ യുവർ വേ. ആ സിറ്റുവേഷൻ അങ്ങനെ പഴയൊരു സിറ്റുവേഷനാണ്.
അതിനങ്ങനെ പാടിപ്പിച്ചു. അങ്ങനെയുള്ള അത് സിത്താരയ്ക്ക് അതിഗംഭീരമായിട്ട് ഇത്തരം പാട്ടുകൾ സ്ലാങ് പാടാൻ പറ്റും. ഇത് ഒരു നോർമൽ സോങ് പോലെ ഇപ്പൊ ചിത്ര ചേച്ചി പാടുകയാണെങ്കിൽ അങ്ങനെ പാടും. അതേപോലെ ഒന്ന് പാടി കാണിക്കാനാണ്. കുറച്ചും കൂടി അത് കുറയ്ക്കേ സംഗതികള്. താമരച്ചന്തം ചന്തം. അല്ല, ബട്ട് യു ആർ സിംഗിങ് ഇറ്റ് ഇൻ ദാറ്റ് വേ ഓൺലി. ആ വഴി തന്നെയാ ആ വഴി തന്നെയാ പോണേ. സ്റ്റൈലാണ്. ഏനുണ്ടോടി മാരിവിൽ ചന്തം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏനുണ്ടോടി മാമഴച്ചന്തം. ഞാനാണ് പാടുന്നത്. ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം. കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. This is 100 times better. This is 100 times better. This is Nimisha singing. Then why നിമിഷ പാടുന്നു. എന്തിനാണ് ഈ സിത്താര പാടുന്ന പോലെ പാടുന്നത്? എന്തിനാ അതൊരു മിമിക്രി. ഇല്ല, ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് പറയാ സാറേ, ഈ കാത് കേൾക്കുന്നു എന്നൊരിതുണ്ട്. നമ്മൾ കേട്ട് പഠിക്കിയ ഒരു കാര്യം, എന്റെ കാത് ചോദിക്കുന്നു നിന്നോട് അതേപോലെ പാടാൻ ഓഡിയൻസിന്റെ അതുകൊണ്ടാണ് എല്ലാരും ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്നത്. ഇപ്പൊ അത് മാറ്റേണ്ട സമയമായിരുന്നു. രഞ്ജിനി അത് പാടിപ്പിച്ചപ്പോ മാത്രമാണ് അങ്ങനെയും പാടാമെന്ന് ചിന്തിക്കുന്നത് അല്ലേ? അല്ല സാർ, ആക്ച്വലി ഈ പാട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് പാടാൻ. അപ്പം എന്റെ ആ വോയിസിൽ ശരിക്കും എനിക്കത് അങ്ങനെ പാടാൻ പറ്റുന്നു എന്നുള്ളൊരു ഒരു തോന്നല് ആ പാട്ട് യെസ്. അപ്പൊ നാച്ചുറലി യു ആർ എ സിംഗർ who can sing these kind of songs അല്ലേ? അതല്ലേ പറഞ്ഞത്? അല്ല, അത് പറ്റും നിമിഷ, അതിനെപ്പറ്റി അല്ല പറയുന്നത്. അപ്പൊ ഈച്ച് ആൻഡ് എവറി എക്സ്പ്രഷൻ അവരുടെ നേസാലിറ്റിയുടെ അത്രയും നേസാലിറ്റി ചിലപ്പോ തനിക്കുണ്ടാവില്ല. ഇത്രയും അകത്തേക്ക് എടുക്കണ്ട, കുറച്ച് നമ്മളും വേണം. മനസ്സിലായോ? ഇതിപ്പോ സാർ എന്താ പറഞ്ഞ, സിത്താര നിന്ന് പാടണം, കണ്ണടച്ചു കഴിഞ്ഞാൽ സിത്താരാന്ന് വിചാരിച്ചു എന്നല്ലേ? അപ്പൊ നിമിഷയ്ക്ക് നിമിഷയാവണ്ട. വേണം വേണം. അതാണ്, ദാറ്റ് ഇസ് ദ പോയിന്റ്. വേണം ഐഡന്റിറ്റി പുറത്ത് വരണം കേട്ടോ. ഇപ്പൊ കുറച്ചൊക്കെ ഇപ്പൊ രണ്ടാമത് പാടിപ്പിച്ചപ്പോ അത് സൗണ്ട് വന്നു. രഞ്ജിനി പറഞ്ഞു തന്നപ്പോൾ അത് എടുത്തു പിടിച്ചു. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് കുറേ കൂടി യു ക്യാൻ ആ ട്യൂണിലും ആ ലിറിക്സിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് യു ക്യാൻ, ആ ട്യൂൺ ഉണ്ടല്ലോ, ആ ലിറിക്സ് ഉണ്ടല്ലോ. ഇതിപ്പോ ആ പഴയ കാലമൊക്കെ കാണിച്ചപ്പോ അന്നത്തെ കാലത്തെ ആ ഒരു ഫോക്ക് ലോർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പാടിയതാണ്. അതൊരു വെറൈറ്റിയാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെയും കൂടി പാടാൻ പറ്റണം. ഇതിന്റെ പേരിൽ ഒട്ടും മാർക്ക് ഞങ്ങൾ മൈനസ് ചെയ്യില്ല കേട്ടോ. ഇതൊരു ടെസ്റ്റ് നോക്കിയതാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നമുക്ക് എന്തായാലും ഇനി മാർക്സിലേക്ക് കടക്കാം. മെന്റസ് എത്ര മാർക്സ് ആണ് നിമിഷയ്ക്ക് നൽകുന്നതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ജഡ്ജസിന്റെ മാർക്സ് അറിയാം. നിമിഷയുടെ മാർക്ക് today for this song is 95 on 100. Thank you ma'am. Thank you. നിമിഷ 95 ആണ് ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു? 95.5. ആഹാ, അപ്പൊ നല്ല മാർക്സ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you. ഇനി നമുക്ക് നമ്മുടെ ലെജൻഡ് ഗിരീഷ് സാറിന് ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ടുള്ള റൗണ്ട് ആണ്. പെർഫോം ചെയ്യാൻ എത്തുന്നു ശിവപ്രിയ. കാത്തിരിപ്പൂ കൺമണി
നിറമാർന്ന നിലവോടെ മോഹാർദ്രമേ മൺതോണിയിൽ കാത്തിരിപ്പൂ മൂകമാ കാത്തിരിപ്പൂ മൂകമാ അടങ്ങാത്ത കടൽ പോലെ ശരൽക്കാല നില പോലെ ഏകാന്തമേ പൂഞ്ചിപ്പിൽ കാത്തിരിപ്പൂ കൺമണി കാത്തിരിപ്പൂ കൺമണി. അരെ വാ ഹായ് ശിവപ്രിയ. ഹായ് ശിവപ്രിയ. ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഇല്ല. പിന്നെന്തായിരുന്നു? വിദ്യാസാഗർ സാറിന്റെ പാട്ടാണ്, നല്ല ശ്വാസമാണ്. സാറിന്റെ പാട്ടിന്റെ ഏറ്റവും ഒരു ഇത് ശ്വാസമേ ഇല്ല. എല്ലാ പാട്ടുകളും അതെ ശ്വാസം. അതെ പക്ഷെ ഫീല് ഭയങ്കര. അയ്യോ പാട്ടിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞേ. ശ്വാസം നമ്മള് സിംഗേഴ്സിന് ഭയങ്കര ചലഞ്ചാ, കഷ്ടപ്പെടും നമ്മള്. അപ്പൊ പിന്നെ ചേച്ചി തന്നെ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? അതേ കിടക്കും. ശിവപ്രിയ നന്നായിരുന്നു. എന്താ പറയാ, ഞങ്ങളെ വാവു എന്നൊക്കെ പറഞ്ഞില്ലേ, നന്നായിരുന്നു. നല്ല തക്കളുപയായിരുന്നു. എന്നാൽ ഈ പാട്ടില് കാത്തിരിപ്പു കൺമണി ഫസ്റ്റ് തുടങ്ങുന്നത് താളം നമുക്ക് ഒരു ഡൗട്ടിലേക്ക് വരും. അത് കറക്റ്റായിട്ട് അത് തുടങ്ങി എടുക്കാനായിട്ട് അതൊക്കെ ഈസി ആയിട്ട് ചെയ്തു കേട്ടോ. എനിക്ക് ആകെ അടങ്ങാത്ത കടൽ പോലെ, അതെന്താ പോലെ മാത്രം ഒന്ന് അടങ്ങാത്ത കടൽ പോലെ. ഓക്കെ ഇപ്പൊ ക്ലിയർ ആയി. അടുത്തതും ശരൽക്കാലമുകിൽ പോലെ. അത് ശരൽക്കാലമുകിൽ പോലെ. ഓക്കെ ശരൽക്കാലമുകിൽ പോലെ. ക്ലിയർ. ഓക്കെ ചിലപ്പോ എനിക്ക് നേരെ കേൾക്കാത്തോണ്ടായിരിക്കും. എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതാണ് അത് ബാക്കിയൊന്നും എനിക്ക്, കാരണം ഞാനത് കേട്ട് ലയിച്ചോണ്ടിരിക്കുവായിരുന്നു. അതായത് നമുക്ക് മോർ എൻജോയ് സംടൈംസ് ഇവിടെ നമ്മൾ എൻജോയ് ചെയ്തിരിക്കുന്നത് ഒരു ഓഡിയൻസ് ആയിട്ട് ഒരു പ്രേക്ഷകയായിട്ട് കിട്ടുന്ന ചില നേരങ്ങളുണ്ട്. ആ നേരം പിന്നെ അത് എൻജോയ് ചെയ്യുക. അപ്പൊ നന്നായിട്ട് ലാസ്റ്റത്തെ നിർത്തിയതും എല്ലാം നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി എനിക്ക് തന്നെ വന്നത് കെട്ടിപ്പിടിക്കണമെന്നാണ്. എനിക്ക് ഇവരെല്ലാരും ഭയങ്കരമായിട്ട് പറഞ്ഞപ്പോ ഐ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. കെട്ടിപ്പിടിക്കൂ പ്ലീസ്, ഞങ്ങൾ കാണട്ടെ. കെട്ടിപ്പിടിക്കൂ. ഞാൻ വിചാരിച്ചു രഞ്ജിനി എടുക്കാൻ പോവാന്ന്. എന്റെ ചേച്ചി ഇങ്ങനത്തെ ഒരു, അതായത് ശിവപ്രിയ പാടിയപ്പോഴേ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സീറ്റിലേക്ക് വന്നിരുന്നത്. എന്ന് പറഞ്ഞ 2 ലൈൻ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഈ പാട്ടാണോ പാടണേന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി വന്നിരുന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ആദ്യമൊക്കെ കൊറേ ആസ്വദിച്ചു. ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിന്ന് പോയി എന്നെ. ഉറങ്ങാത്ത മനമോടെ നിറമാർന്ന നിലവോടെ മോഹാർദ്രമേ മൺതോണിയിൽ കാത്തിരിപ്പൂ മൂകമാ. കാരണം എന്താന്ന് വെച്ചാൽ ശിവപ്രിയയുടെ ഓപ്പൺ വോയിസ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ കുട്ടിയുടെ വോയിസ് ഇങ്ങനെ അല്ലല്ലോ എന്ന്. ആക്ച്വലി എൻ്റെ വോയിസ് ഇതാണ്. ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ല ഈ ബാസ് വോയിസ് ആയി. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് എന്നെ അത് പറയാതിരിക്കാൻ, എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ പാട്ട് കഴിഞ്ഞ് ഈ 3 പേര് പറയുന്നതിലും ഒരു 4 മടങ്ങ് എൻ്റെ ഫ്രണ്ട്സ് എന്നെ അവിടെ പറയുന്നുണ്ട്. അന്ന് കാണിച്ചവര്, നീ നിന്റെ പഴയ വോയിസിൽ വാ, ഇതല്ല നീ എന്ന് ഞങ്ങൾക്ക് അവിടെ വന്ന് പറയണം എന്നുണ്ട്. നീ നിന്റെ പഴയ വോയിസിലോട്ട് വാ, ആ ചെറിയ വോയിസിലോട്ട് നീ വാന്നവര് എന്നും 100 കണക്കിന് മെസ്സേജ് അവരെനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം ചേച്ചി ഞാനിവിടെ കയറി നിന്നപ്പം രാധികേച്ചി വന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ എക്സൈറ്റഡ് ആവുന്നതാ നിന്റെ പ്രശ്നം, പാട്ട് പാടാൻ നിൽക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് നീ കുറയ്ക്ക്, നിനക്ക് പറ്റും, എക്സൈറ്റ്മെന്റ് കുറച്ചാൽ പറ്റും എന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്കിന്റെ പേരിൽ ഞാൻ എക്സൈറ്റ്മെന്റ് കുറച്ച് നിന്നു. എന്നിട്ട് ഇവിടെ നിന്നിട്ടും ചേച്ചി അവിടെ നിന്നോണ്ട് പറഞ്ഞു, കുറയ്ക്ക്
കുറയ്ക്കുന്നു പറഞ്ഞോണ്ട് ആ ഒറ്റ കൈയുടെ ആ താളത്തിലാണ് ഞാൻ ഇത്രയും നിന്നത്. അയ്യോടാ എന്താ? രാധികാക്ക് ജയ്. സത്യം എനിക്കൊന്നും പറയാനില്ല. ഇത് ഭയങ്കര ഒരു മാജിക്കൽ മൊമെന്റ് ആയിപ്പോയി എനിക്ക്. പിന്നെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റാണ്ടായിപ്പോയി. ഒട്ടും റൊമാൻസ് ഒന്നും ലൈഫിൽ ഇപ്പൊ പാട്ടൊന്നും കേൾക്കുമ്പോ തോന്നാത്ത എനിക്ക് രഞ്ജിനി ഞാൻ ഭയങ്കരമായിട്ട് ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും എനിക്ക് തോന്നിപ്പോയി. അല്ല ഇനി തൊട്ട് ഞങ്ങൾക്ക് ഇതുപോലെ എണീറ്റ് ഓടി പോണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കയറ് കെട്ടി തൂങ്ങുന്ന നമ്മള് തൂങ്ങി എവിടെ പോയി. അയ്യോ കയറ് കെട്ടി തൂക്കണ കാര്യം പറയരുത്. അല്ലല്ല തൂങ്ങി കയറി തൂങ്ങി എവിടെ പോയി. കെട്ടിപ്പിടിക്കുന്നു തിരിച്ചവിടെ പോയിരിക്കുന്നു അല്ലേ? ഓ സിമ്പിൾ. എന്തുദ്ദേശിച്ചത് പറഞ്ഞെന്നുള്ള ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന. രഞ്ജിനി ഒരു സെക്കൻഡ്, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ രഞ്ജിനി പോയിട്ട് ശിവപ്രിയനെ കെട്ടിപ്പിടിക്കണമെന്ന് പറയുമ്പോൾ അതേപോലെ പോയി കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ച് രണ്ട് വ്യക്തികൾ കൂടി ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്റെ മനസ്സ് പറയുന്നത്. നിങ്ങളും വന്ന് കെട്ടിപ്പിടിക്കും. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ ഓൾറെഡി വോയിസ് ഉള്ള ശിവപ്രിയ യു ആർ ട്രൈങ് ഔട്ട് ന്യൂ വോയിസസ് അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു ശ്രമിച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ പാടിയെന്നുള്ള അതും എനിക്ക് പാട്ടും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറി കഴിഞ്ഞപ്പോ രണ്ടാമത്തെ മോനെ ഡെലിവറി കഴിഞ്ഞപ്പോ എന്റെ ശബ്ദം മാറിപ്പോയി. എങ്ങനെ 2 വയസ്സായി കുഞ്ഞിന്, പക്ഷെ ഇപ്പോഴും ശബ്ദം പഴയ പോലെ ചെറുതായിട്ട് വരുന്നില്ല. ഓ എന്റെ ശിവപ്രിയ എന്തൊക്കെയോ താൻ ഇവിടെ പാടിയിട്ടുണ്ട്, പക്ഷെ ഇത് ഒരു എവിടേക്കോ പോയി. രാധികേച്ചിയുടെ ഒരൊറ്റ വാക്കിന്മേൽ വന്ന കോൺഫിഡൻസ് അല്ലേ? അവര് പാട്ട് സെലക്ട് ചെയ്ത് ഞാൻ കുറെ പാട്ട് കൊടുത്തിട്ട് അവര് പറഞ്ഞു മാറ്റിത്താന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി കൊടുത്ത് തന്നതാ. പേടിച്ചുപോയി. വിദ്യാസാഗർ സാറിന്റെ പാട്ടാന്ന് തന്നേന്ന് കണ്ടപ്പോ പേടിച്ചുപോയി. ശ്വാസത്തിന്റെ പ്രശ്നം. അത് ശ്വാസം ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ശ്വാസം എടുക്കുന്ന നമുക്ക് കേൾക്കാം. എന്നിട്ടും നെക്സ്റ്റ് ലൈൻ വരുമ്പോഴത്തേക്ക് പിച്ച് പെർഫെക്റ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. ഭയങ്കരമായിട്ട് യു സ്റ്റോൾ മൈ ഹാർട്ട്. നീ കാത്തിരുന്നാ മതി എന്നെ. ഓക്കെ എനിവേസ് ഞാൻ അങ്ങോട്ട് പോവാണ്. എനിക്ക് ഇതിലൊന്നും പറയാനില്ല. എന്നെ ഞെട്ടിച്ചു എന്നൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതെവിടെയാണ് ആ ഒരു പൂഞ്ചിപ്പിയൽ എന്ന് പറയുന്നത്? ആ ഒരു പ്ലേസിൽ ഞാൻ വളരെ നമുക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇപ്പൊ പറഞ്ഞ ഒരു കാരണം മനസ്സിലായി. വോയിസ് തിക്നെസ് കൂടുതലാണ്. ആ തിക്നെസ് കൂടുതൽ ഇങ്ങനത്തെ ചെറിയ സ്പൃതങ്ങളും സംഗതികളും ഓടാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് നിഷ്പ്രയാസം വേറെ എന്തോ ഒരു ആത്മാവ് ഉള്ളിൽ കയറിയിട്ട് അത് ഗംഭീരമായിട്ട് അങ്ങോട്ട് അതാണ്, വേറെ ഒന്നുമില്ല. പിന്നെ നിറമാർന്ന നിലവോടെ എന്ന് പറയുമ്പോഴത്തെ എക്സ്പ്രഷൻ, ലിറിക്കൽ എക്സ്പ്രഷൻസ്, ഒരു എക്സ്റ്റസി എന്ന് പറയില്ല, നമുക്ക് ഇതിനപ്പുറത്തൊരു എക്സ്പ്രഷൻ അതിൽ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ അടങ്ങാത്ത കടൽ പോലെ എന്നൊക്കെ അവസാനം പാടുമ്പോൾ അടങ്ങാത്ത കടൽ എന്ന് പറയുന്നത് നമുക്ക് ഭാഷ അറിയാത്തവന് മനസ്സിലാവും അതെന്താ പാടിയിരിക്കുന്നത്. അടങ്ങാത്ത കടൽ പോലെ ശരൽകാല നില പോലെ അപ്പൊ എനിഹാവ് ഒന്നും പറയാനില്ല, ഗംഭീരമായിട്ട് പാടി. ഈ വോയിസ് വെച്ചിട്ട് ഇങ്ങനെ പാടിയെങ്കിൽ ഇനി ആ വോയിസ് നേരത്തെ വോയിസ് ഐ മീൻ സ്മോൾ വോയിസ് കിട്ടി കഴിഞ്ഞാൽ എന്താകുമായിരിക്കും? അത് വരും. യു ആർ എ ഡോക്ടർ അല്ലേ? ഒരു ഡോക്ടർ അല്ലേ? എന്തെങ്കിലൊക്കെ ഇത് ചെയ്താ മതി. ചെയ്യുന്നുണ്ട്. ഞാനത് എന്റെ പഴയ ശബ്ദത്തിലോട്ട് വരും. ഞാൻ വന്നോടോ. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഇടയ്ക്ക് പുതിയ ശബ്ദവും അത് മാറിയും തിരിഞ്ഞും വരുന്നുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഡ്രസ് നന്നായിട്ടുണ്ട് കേട്ടോ. സന്തോഷമായല്ലോ? സന്തോഷമായി. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു മാർക്ക്? 94 ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഘട്ടത്തിലെ 2ാം റൗണ്ടിലെ മാർക്സ് എത്രയാണെന്ന് നമുക്കറിയാം. മെന്റേഴ്സിന്റെ മാർക്സ് എത്രയാണെന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം നമുക്ക് ജഡ്ജസ് തരുന്ന ടോട്ടൽ മാർക്സ് എത്രയാണ്. சிவப்பிரியா உங்க மார்க் 100ல 98. ആക്ച്വലി എനിക്ക് തോന്നുന്നു ആദ്യ റൗണ്ടുകളിലായിരുന്നു ശിവപ്രിയക്ക് നല്ല സ്കോർ കിട്ടിയിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒന്ന് മാർക്കൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നു. ഇപ്പൊ ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. അടിപൊളി. ശിവപ്രിയ, ഞാനൊരു കാര്യം കൂടി പറയാം. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ ശ്രമിക്കുക. രാധിക പറഞ്ഞു തന്നില്ലേ, എക്സൈറ്റ്മെന്റ് ഒന്ന് കൺട്രോൾ ചെയ്യണം. അതായത് എക്സൈറ്റ്മെന്റ് ഉണ്ടാവാം, പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിൽക്കണം. നമ്മൾ കൈവിട്ടു പോകുന്ന എക്സൈറ്റ്മെന്റ് വരുമ്പോൾ പല സ്ഥലങ്ങളിലും ഇത്തിരി വൈബ്രേഷൻസ് കൂടുതലുണ്ട്.
അത്രയും വൈബ്രേഷന്റെ ആവശ്യമില്ല, ഭാവം കൊടുത്താൽ മതി അതെ. നമുക്ക്. പേടിച്ചിട്ടാണോന്ന് അറിയില്ല, പേടി മറികടക്കാൻ വേണ്ടി ചിലര് ഓവറായിട്ട് കാണിക്കില്ലേ, അതാണോന്നും അറിയില്ല. ഉള്ളിൽ നിന്നൊരു വിറയൽ വരുമ്പോ അങ്ങ് അതിപ്പോ excited നമ്മളിപ്പോ ആവും. എനിക്കുണ്ട് സാർ ആ പ്രശ്നം. അല്ല, അതിനൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവരും നമുക്കൊക്കെ. നമുക്ക് അറിഞ്ഞുകൂടാ അതെന്താന്ന്. സാർ അല്ലേ? എന്നെയാണോ പറഞ്ഞത്? അതെ, അതെന്തായാലും വേണം. നമുക്ക് ചേച്ചിമാര് മതി, അവര് പറഞ്ഞു തരുമല്ല. ഓക്കെ, Okay, fine. അപ്പൊ എന്തായാലും ഹാപ്പി. ഓക്കെ, ഓൾ ദി വെരി Thank you, ബെസ്റ്റ്. sir. താങ്ക് യു, താങ്ക് യു സർ. ഡെയ്ൻ, യെസ്. നമ്മള് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കുന്നതിന് മുൻപ് ഈ ആഴ്ച ഒരു ടോപ്പ് പെർഫോമർ ഓഫ് ദി വീക്കിനെ നമ്മൾ പതിവ് പോലെ കണ്ടെത്തിയിരിക്കുകയാണ്. എക്സാക്ട്ലി. Yeah. എനിക്ക് ആ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുന്നത് കാണാൻ കൊതിയായിട്ട് പാടില്ല. ഓ ആണോ? Yes. അപ്പൊ ആരാന്നറിയോ? അതറിയില്ല. അത് ശരി, നമുക്ക് വെൽക്കം ചെയ്യാം ശിവപ്രിയ. നമ്മുടെ സ്പെഷ്യൽ പാർട്ട്ണർ ലവേഴ്സ് നൽകുന്ന സമ്മാനം. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ പ്രേക്ഷകരെ, മ്യൂസിക് ലൈഫിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും നമ്മുടെ റൗണ്ടുകളൊക്കെ കണ്ട് ത്രില്ലടിച്ചിരിക്കുകയാണെന്ന്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വന്നിട്ട് നമ്മുടെ ത്രില്ലടി കണ്ടിന്യൂ ചെയ്യാം. അതെ, അത്രേ ഉള്ളൂ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ബൈ, ഗുഡ് നൈറ്റ്.